ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്ചമ്മ സുധിയെ വിളിച്ച് ഇങ്ങനെ അടുത്തിരുത്തുക. എന്നിട്ട് ചോദിക്കുകയാണ്, എന്ത് പറ്റി മോനെ, നിനക്ക് എന്തെങ്കിലും സങ്കടമുണ്ടോ? നീ ശ്രുതി എന്താ നീ വിളിക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം. നീയാണ് എൻ്റെ മൂത്ത കൊച്ചുമോൻ, അത് നീ മറന്നുപോയോ? അതൊക്കെ മറന്നു പോയിട്ടാണ് നീ ഇങ്ങനെ കിടന്ന് പ്രവർത്തിക്കുന്നത്. എനിക്കറിയാം അച്ചമ്മേ, എല്ലാ കാര്യങ്ങളും അറിയാം അല്ലേ? എന്നിട്ടാണോ നീ ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് നടക്കുന്നത്? നിനക്കാണ് ആദ്യം കുഞ്ഞ് ജനിക്കേണ്ടത്. അതിന് ശേഷമാണ് ബാക്കിയുള്ളവർക്ക്. പക്ഷേ നീ ഇതിന് ഉത്സാഹം കാണിക്കുന്നില്ല. ഇപ്പോൾ വർഷ കണ്ടില്ലേ, ഗർഭിണിയായിരിക്കുന്നു. നിന്റെ ഭാര്യ എവിടെ എന്നൊക്കെ എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ മനസ്സിന്തിക്കണം, ഏതായാലും അച്ചമ്മയോടൊന്ന് പറഞ്ഞാലോ, ശ്രുതിയുടെ കാര്യം അച്ചമ്മയോട് പറഞ്ഞാലോ എന്ന് ചിന്തിച്ച് ചന്ദ്രയെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് ചന്ദ്ര തല ഉരുക്കി കാണിക്കണം, ഒന്നും മിണ്ടല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര തല ഉരുക്കി കാണിക്കുന്ന രംഗം കാണുന്നത്. അപ്പോൾ ശ്രുതി അവിടെ നിന്ന് എണീറ്റ് അവിടെ നിന്ന് പോകാനുള്ള ശ്രമത്തിലാണ്. എടാ ശ്രുതി, നീ അവിടെ നിന്നേ, ഞാൻ പറയുന്നതിനുള്ളൊന്നും മറുപടി പറയാതെ നീ എന്തിനാ പോകുന്ന ശ്രുതി? ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ വല്ലത്? ഞാൻ കേൾക്കുന്നുണ്ട് അച്ചമ്മേ, ഞാൻ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അച്ചമ്മ പറയാണ്, നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങളുടെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നുണ്ടല്ലോ, ഞാനറിയാതെ എന്തെങ്കിലും രഹസ്യം അമ്മയും മോനും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയാ, ഇല്ലമ്മേ, അങ്ങനെ എന്ത് രഹസ്യം? ഒരു രഹസ്യവും ഇല്ല. അവൻ ഈ ജോലി ക്ഷീണമൊക്കെ കണ്ട് ഭയങ്കര മൂഡ് ഓഫായി. പിന്നെ ശ്രുതിയും ഇല്ലല്ലോ. പിന്നെ ശ്രുതിയാണെങ്കിൽ ചിലപ്പോൾ പിണങ്ങി പോയതായിരിക്കും. പിണങ്ങി പോകാനോ? എന്ത് പിണങ്ങി പോകാൻ? അല്ല, ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നല്ലോ അവൾ ബാംഗ്ലൂരാണെന്ന്. മേക്കപ്പിന് പോകുമ്പോൾ നീയും കൂടി വാ ശ്രുതി, നമുക്ക് അവിടെ ഇവിടെയൊക്കെ കറങ്ങിയിട്ടൊക്കെ വരാം എന്ന് ഇവനോട് പറഞ്ഞായിരുന്നു. പക്ഷെ ഇവൻ പറഞ്ഞു, എനിക്ക് ഷോറൂമിൽ പോകണം, അതുകൊണ്ട് എനിക്ക് വരാനൊന്നും കഴിയില്ല എന്നൊക്കെ പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യ് ശ്രുതി, നീ ഫോൺ വിളിച്ചേ. ശ്രുതിയെ ഫോൺ വിളിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ ശ്രുതി ഫോൺ വിളിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഫോൺ വിളിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട, അവൻ വിളിച്ചാൽ ഫോൺ എടുക്കൂലെന്നേ. ശ്രുതി അവനോട് പിണക്കുക, അതുകൊണ്ട് ഫോൺ എടുക്കില്ല. ഞാൻ വിളിച്ചാൽ ചിലപ്പോൾ ഫോൺ എടുക്കും. ശരി, എങ്കിൽ പിന്നെ നീ വിളിക്ക്. അങ്ങനെ ചന്ദ്ര ശ്രുതിയെ വിളിക്കാനായിട്ട് ഒരുങ്ങി ഇങ്ങനെ വിളിക്കുന്നത് പോലെ അഭിനയിക്കുക. അയ്യോ അമ്മേ, കഷ്ടമായിപ്പോയല്ലോ അമ്മേ, അവൾ ഫോൺ എടുത്തില്ല. ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ, അവൾ ഭയങ്കര തിരക്കിലായിരിക്കുമെന്നേ, അതുകൊണ്ട് അവൾ ഫോൺ എടുക്കാതിരുന്നത്. നമ്മൾ വിളിച്ചെന്തിനാ ചുമ്മാ ശല്യപ്പെടുത്തുന്നത്? ഏതായാലും പിന്നെ വിളിക്കാം അമ്മേ. വേണ്ട. അങ്ങനെ തിരക്കായ കൊള്ളൂലല്ലോ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ചമ്മ ശ്രുതിയെ വിളിക്കാനായിട്ട് ഫോൺ എടുത്ത് ഡയൽ ചെയ്യുക. അപ്പോൾ വേണ്ട അമ്മേ, വിളിക്കണ്ട അമ്മേ, നീ ഒന്നും മിണ്ടാതിരിക്കും ചന്ദ്രേ, ഞാൻ വിളിച്ചോളാം. അങ്ങനെ അച്ചമ്മ ശ്രുതിയെ വിളിക്കുക. അപ്പോൾ ശ്രുതി ഈ സമയം തന്നെ ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. പെട്ടെന്നാണ് ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നത്. ആരാണെന്ന് നോക്കാൻ വേണ്ടി എടുത്തു കഴിഞ്ഞപ്പോഴേക്ക് അച്ചമ്മ, എൻ്റെ ദൈവമേ, അച്ചമ്മയാണല്ലോ വിളിക്കുന്നത് മീരെ, എങ്കിൽ പിന്നെ നീ എടുക്കടി ഫോണ്. വേണ്ട, എനിക്കെടുക്കാനൊന്നും പറ്റില്ല. ആ സ്ത്രീയെ എല്ലാം അറിഞ്ഞിട്ട് തന്നെയായിരിക്കും വിളിക്കുന്നത്. ചന്ദ്രാൻ്റെ എന്നെ അടിച്ച് പുറത്താക്കി. പക്ഷേ ആ സ്ത്രീ ആയിരുന്നെങ്കിലേ എന്നെ കൊല വിളിച്ചാനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ നന്മയുള്ള സ്ത്രീയൊക്കെ തന്നെയാണ്. പക്ഷെ തെറ്റ് കണ്ടാലേ ഭയങ്കരമായിട്ടും പ്രതികരിക്കും. അതുകൊണ്ട് എനിക്ക് പേടിയാ. ഞാൻ ഏതായാലും ഫോൺ എടുക്കാൻ പോകുന്നില്ല. ഇനി അവരുടെ വായിലിരിക്കുന്ന കൂടി കേട്ടിട്ട് എൻ്റെ സമാധാനം കളയാനായിട്ട് ഞാൻ തയ്യാറല്ല. ഞാൻ ഏതായാലും എടുക്കൂലെന്ന് പറഞ്ഞാൽ എടുക്കൂല. അങ്ങനെ ഫോൺ റിങ് ചെയ്ത് കട്ടായി പോവാണ്. അപ്പോൾ അച്ചമ്മ, അയ്യോ ശ്രുതിയുടെ ഫോൺ കട്ടായാലും അവൾ എടുത്തില്ല. ഞാൻ അമ്മയോട് പറഞ്ഞല്ലേ അവൾ ഫോൺ എടുക്കില്ല എന്ന്. അവൾ തിരക്കായിരിക്കും അമ്മേ, അവൾ തിരക്കെല്ലാം കഴിയട്ടെ, അപ്പോൾ അമ്മയുടെ കോള് കാണുമ്പോൾ നമ്മളെ തിരിച്ചു വിളിച്ചോളൂ അങ്ങോട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ടെന്നേ. ശരി, പക്ഷേ എന്തൊക്കെയോ എനിക്കൊരു ഡൗട്ടുണ്ട്. അമ്മയും മോനും എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ട്. നിങ്ങളുടെ മുഖം അത്ര ശരിയെന്നല്ല എന്നും പറഞ്ഞുകൊണ്ട് അച്ഛമ്മ അവിടെ നിന്ന് പോവുക. അപ്പം ചന്ദ്രയ്ക്കാണെങ്കിൽ ആകെ അരിശവും വരുന്നുണ്ട്. ഈ സ്ത്രീ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചുകൊണ്ടാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ ശ്രുതിയോട് പറയണം, നീ എന്തെങ്കിലും വിട്ടു പറഞ്ഞാൽ അറിയാലെൻ്റെ സ്വഭാവം ശരിയാക്കി കളയും, മിണ്ടിപ്പോകരുത്, മിണ്ടാതിരുന്നോളണം എന്നൊക്കെ ഇവിടെ പറയാം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വർഷയാണെങ്കിൽ പുറത്ത് കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്ത് വരികയാണ്. അപ്പോൾ ശ്രീകാന്ത് വന്നിട്ട് നമ്മുടെ വർഷയോട് പറയുകയാണ്, എന്താ വർഷം നീ ഇവിടെ ഒറ്റയ്ക്ക് കാണോ? ഏട്ടത്തെ വിളിക്കുന്നുണ്ട്, നീ അങ്ങോട്ട് ചെല്ലാൻ നോക്കൂ, നീ ഒന്നും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കരുത്. ശ്രീകാന്ത് എന്നെ കൊണ്ടൊന്നും എല്ലാം പറയിപ്പിക്കണം കേട്ടോ. നീ എന്നോട് മിണ്ടണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നിന്നോട് സംസാരിക്കാനായിട്ട് താല്പര്യമില്ല. നീ എന്തിനാ ചുമ്മാ എന്നോട് കണ്ണുണാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? നീയോട് മാറാൻ നോക്ക്. വർഷേ എന്നും വിളിച്ചുകൊണ്ട് വരുന്ന രേവതി പറയണ, വർഷ ഈ പാല് വിളിച്ച്, എൻ്റെ പൊന്നി ചേച്ചി, എനിക്ക് പാലും വേണ്ട, ഒന്നും വേണ്ട, ചേച്ചിയാണെന്ന് വെറുതെ വിട്ടേ. അത് പറ്റില്ല,
ഈ പാല് കുടിച്ചില്ലെങ്കിൽ ഞാൻ അച്ചമ്മയെ വിളിക്കേ. ഞാൻ വിളിക്കാം അച്ചമ്മേ എന്ന് പറഞ്ഞുകൊണ്ട്, അയ്യോ ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർഷ ആ പാല് മുഴുവനും കുടിച്ച് തീർക്കാം. ഇപ്പം മിടുക്കിയായല്ലോ, ഇങ്ങനെ വേണം. ശ്രീകാന്തിന് സന്തോഷം തോന്നി. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ ആകെ അങ്ങോട്ടും ഇങ്ങോട്ട് പരക്കമായി നടക്കുകയാണ്. അപ്പോൾ രവി എന്ന് പറയേണ്ടത്, ചന്ദ്ര നീ കാണിക്കുന്നത് വലിയ തെറ്റാണ് കേട്ടോ. കാരണം ശ്രുതിയുടെ അവസ്ഥ ഇപ്പം നമ്മളോട് പറഞ്ഞതാണ്, എന്നിട്ട് പോലും നീ ശ്രുതിയെ ഇങ്ങോട്ട് വിളിക്കാൻ പോലും തയ്യാറാവുന്നില്ല. നീ മനസ്സിൽ ഭയങ്കര ദുഷ്ടതയാണ് കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നത്. അമ്മ ഇത് എപ്പോഴെങ്കിലും സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പണി പാളൂട്ടോ. ഒന്നും മിണ്ടാതിരിക്കുക രവിയേട്ടാന്ന് പറയാം. അങ്ങനെ നമ്മുടെ അച്ചമ്മ പോകാനുള്ള തയ്യാറെടുപ്പെടുത്തെല്ലാം പുറത്തേക്ക് ഇറങ്ങുകയാണ്. എങ്കിൽ പിന്നെ മോൻ രവി ഞാൻ പോട്ടെ, വർഷേ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ നോക്കണേ, ശ്രദ്ധിക്കണം. നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ നല്ലൊരു കുഞ്ഞിന് ജന്മം നൽകാനായിട്ട് കഴിയുള്ളൂ. ഇതെല്ലാം അച്ചമ്മ പോയിട്ട് വരാം. അങ്ങനെ അച്ചമ്മ ഇറങ്ങുന്ന സമയത്ത് ചന്ദ്രയെ നോക്കുകയാണ്. അപ്പോൾ ചന്ദ്രയുടെ മുഖത്ത് ഭയങ്കര സന്തോഷം. എന്താ ചന്ദ്രേ ഞാൻ പോകുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിൻ്റെ മുഖത്ത് ഭയങ്കര സന്തോഷമാണല്ലോ. അതൊന്നും വേണ്ടേ, പോയതുപോലെ തിരിച്ചു വരാനോ എനിക്കറിയാം. എന്താ അമ്മ ഈ പറയുന്നത്? എനിക്ക് അങ്ങനെ വലിയ സന്തോഷമൊന്നുമില്ല. മനസ്സിലായി. അപ്പോൾ നമ്മുടെ സച്ചി ആണെങ്കിൽ എന്നാൽ പിന്നെ ഞാൻ അച്ചമ്മയെ കൊണ്ട് ആക്കിയിട്ട് വരാം അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് അച്ചമ്മയെ കൊണ്ട് പടിയിറങ്ങാണ്. അപ്പോൾ നമ്മുടെ രവി ആണെങ്കിൽ നിനക്ക് സമാധാനമായല്ലോ. നീ അമ്മയെ പറ്റിച്ചെന്നുള്ളൊരു കരുതലുണ്ട്. പക്ഷേ അമ്മയെ പറ്റിക്കാനൊന്നും കരുതണ്ട മോളെ. അമ്മയെ പറ്റിക്കാനായിട്ട് പറ്റത്തുമില്ല. അമ്മ എല്ലാം ക്ഷമിച്ചും സഹിച്ചൊക്കെ നിൽക്കുന്നതാണ്. അമ്മയ്ക്ക് എന്തൊക്കെയോ സംശയം തോന്നിയിട്ടുണ്ട്. ഇനി അമ്മ യഥാർത്ഥ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്തുകൊണ്ട് മറച്ചു വെച്ചു എന്നും പറഞ്ഞുകൊണ്ട് അമ്മ കിടന്ന് ശരിയാക്കും. അമ്മയുടെ സ്വഭാവം നിനക്ക് നന്നായിട്ട് തന്നെ അറിയാമല്ലോ ചന്ദ്രേ. ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രവി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ചന്ദ്രയ്ക്ക് ഭയങ്കര ടെൻഷൻ. അപ്പോൾ രവിയോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇല്ല രവിയേട്ട എന്തൊക്കെ പറഞ്ഞാലും ആ പെരുങ്കള്ളിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. നീ സമ്മതിക്കണ്ട, വഴിയെ നിനക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിക്കോളും. അപ്പം നീ ശരിക്കും സമ്മതിച്ചോളും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ രവിയും ചന്ദ്രയൊക്കെ അവിടെ നിന്ന് പോവാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്കാണെങ്കിൽ ആകെ ടെൻഷൻ. ശ്രുതി മുകളിൽ കയറി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. എന്ത് ചെയ്യും എൻ്റെ ശ്രുതിയെ ഞാൻ എങ്ങനെ തിരിച്ചു കൊണ്ടുവരും? അമ്മ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്? അമ്മയുടെ മനസ്സിൽ മുഴുവനും ദുഷ്ടത്തരമാണല്ലോ. അമ്മ എന്താ ഇത്ര ക്രൂരതയായിട്ട് പെരുമാറുന്നത്? എനിക്ക് എൻ്റെ ശ്രുതിയെ വേണം, ശ്രുതിയെ വിളിക്കണം. ഞാൻ അമ്മയോട് സംസാരിക്കും, അല്ലെങ്കിൽ ഞാൻ അച്ചമ്മയോട് പറയും. ആ ശ്രുതിയെ പറഞ്ഞത് വർഷക്കാലം ഫസ്റ്റ് പ്രഗ്നൻ്റ് ആയത് ശ്രുതി എന്നാണല്ലോ. അപ്പോൾ അച്ചമ്മയുടെ സ്വത്തുക്കൾ മുഴുവനും എനിക്ക് കിട്ടും, ശ്രുതി ആദ്യം ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് എനിക്കിതിൽ ഒന്ന് കൽപ്പിച്ചേ മതിയാവുള്ളൂ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതി നേരെ ചന്ദ്രയുടെ അടുത്തേക്ക് പോവുകയാണ്. അമ്മേ നമ്മൾ ചെയ്യുന്നത് വലിയ തെറ്റല്ല അമ്മേ. എന്ത് തെറ്റ്? അല്ല, ശ്രുതിയെ ഒന്ന് കൂട്ടിക്കൊണ്ട് വരാം അമ്മേ. അത് കൂട്ടിക്കൊണ്ട് വന്നില്ലെങ്കിൽ ആകെ പ്രശ്നമാകും അമ്മേ. അവൾ വല്ലാത്തൊരവസ്ഥയിലല്ലേ, എൻ്റെ കുഞ്ഞല്ലേ അവളുടെ വയറ്റിൽ കിടക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് കൂട്ടിക്കൊണ്ടുവരാതിരിക്കാനായിട്ട് പറ്റും അമ്മേ. ശ്രുതി ഇവിടെ വന്നു കഴിഞ്ഞാൽ ശ്രുതിയുടെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്വത്തുക്കൾ മുഴുവൻ എനിക്കായിരിക്കും, അച്ഛമ്മയുടെ സ്വത്തുക്കൾ മുഴുവൻ എനിക്ക് കിട്ടും അമ്മേ. അപ്പോൾ നമുക്ക് ടെൻഷനൊന്നും അടിക്കണ്ടല്ലോ അമ്മേ. അവളെ ഞാൻ കൂട്ടിക്കൊണ്ട് വരട്ടെ. ഇത് കേട്ട് ചന്ദ്രയ്ക്ക് കാലി വരുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയണം, ശരി എങ്കിൽ പിന്നെ നിൻ്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ, നീ പോയി ശ്രുതിയെ കൂട്ടിക്കൊണ്ടുപോവാ. ഇത് കേട്ട് ശ്രുതിയാണെങ്കിൽ സന്തോഷം കൊണ്ട് മതി മറന്നിട്ടേ, ആണോ അമ്മേ, എങ്കിൽ പിന്നെ ഞാൻ ഇപ്പം തന്നെ കൂട്ടിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ ശ്രമിച്ചു. നീ അവിടെ നിന്നേ. എന്താ അമ്മേ? കാരണം നോക്കിയോ, അടി കൊടുക്കുക ചന്ദ്ര. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലടാ, നീ എന്നെ മന്ദബുദ്ധിയാണോ? ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞു ശ്രുതിയെ ഇനി ഈ വീടിൻ്റെ പടി ചവിട്ടാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന്. എന്നിട്ട് വീണ്ടും നീ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോടാ എന്ന് ഞാൻ ചോദിക്കണം. അമ്മേ എന്താ അമ്മ ഇത്? അവൾ പ്രഗ്നൻ്റ് അല്ലേ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. എന്ത് പറഞ്ഞാലും അവൾ കള്ളത്തരാ പറഞ്ഞത്. അവൾ പ്രഗ്നൻ്റ് ഒന്നും അല്ലടാ. ഇവിടെയുള്ള മണ്ടന്മാരായ ആണുങ്ങളൊക്കെ ഇതൊക്കെ വിശ്വസിക്കുമെന്ന് അവൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് അവൾ കിടന്ന് കളിക്കുന്ന കളിയാ. അവൾ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ തിരിച്ച് ഈ വീട്ടിലേക്ക് വിളിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കളി കളിച്ചതാണ് അവൾ. അമ്മേ അല്ല അമ്മേ, അവൾ ഈ കാര്യത്തിൽ നുണ പറയില്ല അമ്മേ. സുധി, നിന്റെ അച്ഛനോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. അവളെ എങ്ങാനും നീ കൂട്ടിക്കൊണ്ട് ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ അമ്മയുണ്ടെന്നുള്ള കാര്യം നീ മറന്നേര്. അമ്മ നിനക്ക് വേണ്ട, അതായിരിക്കും നല്ലത്. ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോകും. പിന്നെ ഈ ജന്മത്ത് എന്നെ നിനക്ക് കാണാനായിട്ട് സാധിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര പോവുക. അപ്പോൾ ചന്ദ്രയുടെ ആ ഒരു വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുധി ആകെ ടെൻഷൻ, സങ്കടത്തിൽ ആകെ നിൽക്കുകയാണ്. അങ്ങനെ
പിന്നീട് കാണിക്കുന്നത് ശ്രുതിയും അതേപോലെ തന്നെ മീരയും കൂടി ഹോസ്പിറ്റലിൽ ഇരിക്കുക. ദേവുള്ള ഹോസ്പിറ്റലിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ മീര പറയണേ, എന്താ ശ്രുതി നിനക്ക് ഒരു ഇതും ഇല്ലല്ലോ, ഇതുവരെയായിട്ട് മീര വന്നതുമില്ല, ഇനി മീര ഇതിന് ലീവായിരിക്കുമോ, ഒന്ന് അന്വേഷിച്ച് നോക്കിക്കണ്ടേ. ഇല്ല, അവൾ വരുമെന്നേ, അവൾ ലീവ് എടുക്കാനൊന്നും പോകുന്നില്ല, ഞാൻ പോയി റിസപ്ഷനിൽ ചോദിച്ചതാ. അപ്പോൾ മീരയാണെന്ന് പറയുകയും ചെയ്താണ്. മീരയല്ല, നമ്മുടെ ദേവ് ഉണ്ടെന്ന് പറയുകയും ചെയ്താണ്. പിന്നെ എന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ എടുക്കുന്നത്, നിന്ന് അടങ്ങിയിരിക്കുക മീരെ, നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ. അങ്ങനെയല്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദാ വരുന്നടാ ദേവു. അപ്പോൾ ദേവു ഇവരെ കാണുന്നില്ല. അതേടി ദേവു വരുന്നുണ്ട്. അപ്പോൾ ശ്രുതി ഭയങ്കര അവശതയായിട്ട് അഭിനയിക്കുകയാണ്. അങ്ങനെ ദേവ് വരെയാണ്. അപ്പം മീര ഓടിച്ചാൽ ദേവ് ഇവിടെയായിരുന്നല്ലേ വർക്ക് ചെയ്യുന്നത്. ഞാൻ ദേവ് ഇവിടെ വർക്ക് ചെയ്യുന്ന കാര്യം മറന്നു പോയായിരുന്നു, ഒന്ന് ഡോക്ടറെ കാണാൻ വേണ്ടി വന്നാടേ. അപ്പോൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ടോക്കൺ എടുപ്പിക്കായിരുന്നു ദേവുവിനെ കൊണ്ട്. എന്തു പറ്റി, എന്താ അസുഖം? അത് അസുഖമല്ല, വിശേഷമാണ്. കൺഗ്രാജുലേഷൻസ്. അപ്പോൾ നമ്മുടെ ശ്രുതിയാണ്, അയ്യോ അവൾക്കല്ല, എനിക്കാ വിശേഷം. നിങ്ങൾക്കാണോ വിശേഷം? ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് പറയുകയാണ്. ഇത് കേട്ടാ ദേവ് ഞെട്ടിപ്പോവാണ്. അത് ശരി, ഏത് ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്? അപ്പോൾ ഡോക്ടറിൻ്റെ പേരും പറയാം. ശരി, എങ്കിൽ പിന്നെ കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് പോവാണ്. എടി നീ എന്തിനാ ഗൈനക്കോളജിൻ്റെ പേരൊക്കെ പറയാൻ പോയത്? ഇനി ദേവ് ചെന്ന് അവിടെ പോയി അന്വേഷിച്ചാലോ? അവളൊന്നും അന്വേഷിക്കാനായിട്ട് പോകുന്നില്ല. ഇവളെ ഇപ്പം തന്നെ ഇവളുടെ ചേച്ചിനോട് വിളിച്ചു പറയും, രേവതി ചേച്ചിയോട് വിളിച്ചു പറയും. അപ്പോഴത്തേക്ക് രേവതി ചേച്ചി എല്ലായിടത്തും പാട്ടാക്കിക്കോളും. അങ്ങനെയായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്. ഈ ടെൻഷൻ എടുക്കാതിരിക്കുക. അങ്ങനെ നമ്മുടെ രേവതിയെ കാണിക്കുകയാണ്. അപ്പോൾ രേവതി വളരെയേറെ ടയേർഡായിട്ട് തന്നെ ആ റൂമെല്ലാം തൂത്ത് വൃത്തിയാക്കുക, തുടക്കുകയൊക്കെ ചെയ്യണം. ആ സമയത്താണ് സച്ചി വരുന്നത്. അപ്പോൾ സച്ചി വന്നിട്ട്, ഇതെന്താണ് എപ്പോഴും നല്ല ഉഷാറായിട്ട് ജോലി ചെയ്യുന്ന ആളാണല്ലോ, ഇതെന്ത് പറ്റി? ഇപ്പോൾ ഭയങ്കര ടെൻഷനാണല്ലോ, എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഒന്നുമില്ല സച്ചിയേട്ടാ, അങ്ങനെ ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറണ്ട, എന്തോ ഉണ്ട്, പറ എന്താ രേവതി? അത് പിന്നെ സച്ചിയേട്ടാ, എന്താ സച്ചിയേട്ടാ, നമുക്ക് മാത്രം ഇങ്ങനെ ഇപ്പോഴത്തെ വർഷ പ്രഗ്നൻ്റായി, ശ്രുതി പ്രഗ്നൻ്റായി, നമ്മുടെ ആഗ്രഹം മാത്രം നടക്കുന്നില്ലല്ലോ, ഇതാണ് പ്രശ്നം. നീ തന്നെയല്ലേ പറഞ്ഞേക്കുന്ന രേവതി, നമ്മൾ വിചാരിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, ദൈവാനുഗ്രഹവും കൂടി വേണമെന്നും. ഏതായാലും നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകും. ഇപ്പം ഏതായാലും നമുക്ക് വേണ്ട, വർഷയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണ്ടേ, അപ്പോൾ നമുക്ക് ആ രീതിയിൽ കഴിഞ്ഞാൽ മതി. പക്ഷേ ഈ ശ്രുതി ഗർഭിണിയാന്നൊക്കെ പറയുന്നുണ്ട്, ബാമാൻറ്റി വന്നാണ് പറഞ്ഞത്. അതെ, ബാമാൻറ്റിയെ കൊണ്ട് അവൾ പറയിപ്പിച്ചതാവാനാണ് സാധ്യത, എനിക്കങ്ങനെയാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കുമേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. നിനക്കങ്ങനെ തോന്നൂലല്ലോ, അതാണല്ലോ നീ പിന്നെ ആ കാര്യത്തെക്കുറിച്ചൊന്നും പറയല്ലേ. അങ്ങനെയല്ല സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് രേവതിയുടെ ഫോണിലേക്ക് കോൾ വരികയാണ്. അപ്പോൾ പറഞ്ഞപ്പോഴേക്കും എൻ്റെ ഫോൺ സച്ചിയേട്ടാ, ആ ഫോണിങ് എടുത്തണ്ടേ. ദേവു ആണല്ലോ വിളിക്കുന്നത്. ആണോ? ദേവു, എന്താ ദേവു എന്ന് രേവതി ചോദിക്കുകയാണ്. അതെ, ഇന്നിവിടെ ഒരാളെ ഞാൻ കണ്ടായിരുന്നു, ശ്രുതി ചേച്ചിയെ. ശ്രുതിയെയോ? ശ്രുതി ചേച്ചി പ്രഗ്നൻ്റ് ആണല്ലേ? അത് നിനക്കെന്നറിയാം? ശ്രുതി ചേച്ചിയുടെ കൂട്ടുകാരെയും കൂടി ഇവിടെ വന്നത്. ശ്രുതി ചേച്ചി പ്രഗ്നൻ്റ് ആണ്, ഗൈനക്കോളജിനെ കാണാൻ വേണ്ടിയാണ് വന്നത്. ഇത് കേട്ട രേവതി ഞെട്ടിപ്പോവാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നത് തന്നെ. നമസ്കാരം. താങ്ക് യു. ബൈ.